എല്ലാ ശുഭമുഹൂർത്തങ്ങൾക്കും മുഹൂർത്ത് വെഡിംഗ് ജ്വല്ലറി കല്യാൺ ജ്വല്ലേഴ്സിൽ മാത്രം. സൗഹൃദ ബന്ധങ്ങളുടെ വള്ളിക്കെട്ടിൽ കഥ പറയുന്ന ഏണി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു. സൗഹൃദ ബന്ധങ്ങളുടെ വള്ളിക്കെട്ടിന്റെ കഥ പറയുന്ന ഏണി എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. ചെറുപ്പുളശ്ശേരി, നിലമ്പൂർ, കോഴിക്കോട് തുടങ്ങിയ ഭാഗങ്ങളിലും ചിത്രീകരണം നടന്നു. ലൈറ്റ് ഹൌസ് ഫിലിംസിന്റെ ബാനറിൽ സാം കെ തങ്കച്ചൻ നിർമ്മിച്ച PN മേനോന്റെ ശിഷ്യനും കലാസംവിധായകനുമായ വിഷ്ണു നെല്ലായ കഥാതിരക്കഥാ സംവിധാനം നിർവഹിക്കുന്ന സിനിമയാണ് ഏണി. സംഭാഷണവും പ്രൊജക്ട് ഡിസൈനിങ്ങും ചെയ്തിരിക്കുന്നത് ഡോക്ടർ സതീഷ് ബാബു മഞ്ചേരിയാണ്. ബാല്യകാല സുഹൃത്തുക്കൾ സഹപാഠികളാവുകയും വിട്ടുപിരിയാനാകാത്ത സൗഹൃദ ബന്ധങ്ങൾ തുടരുന്ന ഇവർ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുചേരുന്നു. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളിലൂടെ ഈ സൗഹൃദം ഒരു വള്ളിക്കെട്ടായി മാറുന്നു. ഹൊറർ കോമഡി ഫാമിലി പശ്ചാത്തലത്തിൽ സസ്പെൻസ് നിറഞ്ഞതാണ് കഥയുടെ പശ്ചാത്തലം. പഴമ്പാലക്കോട് LP സ്കൂളിൽ നടന്ന ചിത്രീകരണ വേളയിൽ സിനിമയുടെ സംവിധായകനായ വിഷ്ണു നെല്ലായ സംസാരിക്കുന്നു. സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുക എന്നൊരു വലിയൊരു മോഹമായിരുന്നു. അങ്ങനെ സിനിമയിൽ പറഞ്ഞ മോഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അതിന് പ്രൊഡ്യൂസർ വേണം, പിന്നെ അതിൽ ആർട്ടിസ്റ്റുകൾ വേണം. ആർട്ടിസ്റ്റുകളെ കിട്ടാൻ വേണ്ടി എൻ്റെ പ്രിയ സുഹൃത്ത് ശശി മണ്ണിയത്ത് ഞാനും കൂടി ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങി. പ്രൊഡ്യൂസറെ കിട്ടിയില്ല, അതിന് പറ്റിയ ആർട്ടിസ്റ്റുകളെ കിട്ടിയില്ല. അപ്പൊ അങ്ങനെ പ്രോജക്റ്റ് ഞങ്ങൾ പെൻഡിങ് വെച്ചു. ആ സിനിമ നടക്കില്ല എന്നൊരു ഏകദേശം നിന്ന് അങ്ങനെ ഒരു നിരാശ ഉണ്ടായിരുന്നു. അപ്പൊ 2 വർഷക്കാലം സിനിമയിൽ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ നിരവധി സിനിമകൾ എനിക്ക് വന്നു, അതൊക്കെ ഒഴിവാക്കി. അവസാനം ശശിഭായി പറഞ്ഞു, ഈ സിനിമ നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് എൻ്റെ പ്രിയ സുഹൃത്ത് സാം കെ തങ്കച്ചൻ, പുള്ളി പരിചയപ്പെടുന്ന സതീഷ് ബാബു മഞ്ചേരി ഉണ്ടായിരുന്നു. പുള്ളി മുഖാന്തരമാണ് ഈ സിനിമ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തത്. അങ്ങനെ ശശി മണ്ണിയത്തിനോട് സംസാരിച്ചു. അങ്ങനെ ലൈറ്റ് ഹൗസ് ഫിലിംസിന്റെ ബാനറിൽ സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് സിനിമയുടെ ബഡ്ജറ്റ് ഒരു ലോ ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നൊരു ബിഗ് ബഡ്ജറ്റ് മൂവി തന്നെയാണ്. പുതിയ പിള്ളേരാണ് അഭിനയിക്കുന്നത്. ആ പിള്ളേർക്ക് നല്ലൊരു കാശ് കൊടുത്തിട്ട് നല്ല രീതിയിൽ അഭിനയിപ്പിച്ച് അവരെല്ലാവരും ഞങ്ങളുടെ ഇതൊരു കൂട്ടുകുടുംബ സിനിമയാണ്. എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ഇതൊരു സൗഹൃദ ബന്ധങ്ങളുടെ സിനിമയാണ്. ഒരു ക്ലാസ്മേറ്റ് സംഗമത്തിലൂടെ അവർ വീണ്ടും വർഷം കാണുന്നു, അവരുടെ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നു. അങ്ങനെയുള്ളൊരു സൗഹൃദ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വലിയ സിനിമ എന്ന് തന്നെ പറയാം. ഇതില് ഒരുപാട് പേര്, നല്ല പ്രഗത്ഭരായ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. സ്ഫടികം ജോർജ്, ശ്രീജിത്ത് രവി, ജയകൃഷ്ണൻ, പിന്നെ നമ്മുടെ മാമുക്കോയുടെ മകൻ നിസാർ മാമുക്കോയ, കുളപ്പള്ളി ലീല, മരുമായ ഉണ്ണിരാജ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഞങ്ങളുടെ കൂടെ കൂടിയില്ല. അവരെല്ലാവരും ഒരു താരപരിപരേഷനുള്ളൊരു ആളുകളായിട്ടല്ല. നിസാർ മാമുക്കോയ, ഉണ്ണിരാജ, ശശി മണ്ണിയത്ത്, സതീഷ് ബാബു മഞ്ചേരി, ജയമോഹനൻ, സുബ്രഹ്മണ്യൻ, ജലജ റാണി, ദീപ പ്രഹ്ലാദൻ, കുളപ്പുള്ളി ലീല, പ്രമിതകുമാരി, ബേബി മാളവിക, ബേബി ആത്മിക, ആമി എന്നിവർക്കൊപ്പം പുതുമുഖ താരങ്ങളായ സ്വർഗ സുരേഷ്, അക്ഷത് ശിവ, ഹരികൃഷ്ണൻ, സായി സായുജ്, ജോ ജെയിംസ്, വൈശാഖ്, ജിബിമോൾ, തീർത്ഥമിത്രൻ എന്നിവരും അഭിനയിക്കുന്നു. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശശി മണ്ണിയത്തും പ്രമിതകുമാരിയുമാണ്. തരൂരിലുള്ള പുതുമുഖ താരമായ ഹരികൃഷ്ണൻ ഏണി എന്ന സിനിമയെക്കുറിച്ച് വിശദമാക്കുന്നു. ഇപ്പോൾ ഏണി എന്ന ഈ സിനിമയിലെ മെയിനായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കൂട്ടം യുവാക്കളുടെ കഥയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു 10-20 തൊട്ട് 30 വയസ്സിനിടയിലെ ബാധ്യതകളും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കളുടെ കഥയാണ്. അവരുടെ പ്രായത്തിൽ അവർക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ ഫാമിലിയിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം കാണിക്കുന്നത് മാത്രമല്ല ഇതിലെ എല്ലാത്തിനുപരി ഫ്രണ്ട്ഷിപ്പാണെന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് ഏണി. അപ്പോൾ സൗഹൃദ ബന്ധങ്ങളുടെ ഒരു ഇതായിരിക്കും ഏണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും ഈ കുട്ടിക്കാലം തൊട്ട് നമ്മൾ കണ്ടു വളരുന്ന ഫ്രണ്ട്സ്, അതായത് അവരൊരിക്കലും പിരിയില്ല എന്ന് കാണിക്കുന്ന ഒരു ഇമോഷണൽ ബേസിലൂടെ നമ്മുടെ കാഴ്ചക്കാരെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് ഏണി. അപ്പോൾ ഷൂട്ടുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി ആശംസകൾ തരണം, പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്കിനി ഒരുപാട് സിനിമകളിലൂടെ നമുക്ക് മലയാള സിനിമയിൽ കാണാൻ സാധിക്കട്ടെ എന്ന് എല്ലാവരോടും ഞാൻ പ്രാർത്ഥിക്കുന്നു.
കൂടാതെ സിനിമയിലെ പുതുമുഖങ്ങളായ ബാലികാബാലികന്മാരും സംസാരിച്ചു. എൻ്റെ പേര് ദയാൻ. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഏണി പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ എൻ്റെ ശരിക്കത്തെ പേര് ദയാൻ എന്നാണ്. സിനിമേൻ്റെ ഉള്ളത്തെ പേര് സാദിഖെന്നാണ്. സാദിഖ് പറയുന്നത് നായകനാണ്. നായകന്റെ ചെരുപ്പാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ സിനിമ കാണണം. എൻ്റെ പേര് മാളവിക. ഞാൻ പഠിക്കുന്നത് 4ാം ക്ലാസ്സാണ്. ഇപ്പോൾ ഞാൻ ഉള്ളത് ഏണി പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് സ്ഥലത്താണ്. എല്ലാവരും എൻ്റെ സിനിമ കാണണം. ഞാൻ നായികയുടെ കുട്ടിക്കാണ്. ഞാൻ വൈഭവ് വിനോദ. 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഏണി എന്ന സിനിമയിലെ കഥാപാത്രമാണ് ഞാൻ. ജോർജ് എന്നാണ് സിനിമയിലെ പേര്. ശരിക്കും എൻ്റെ പേര് വൈഭവ് എന്നാണ്. ഞാനിതിൽ വില്ലനായിട്ടാണ് അഭിനയിക്കുന്നത്. എനിക്ക് വിഷ്ണു നെല്ലായ ആണ് ഈ സിനിമയിലെ ഡയറക്ടർ. അദ്ദേഹമാണ് എന്നെ ഈ സിനിമയിലോട്ട് ക്ഷണിച്ചത്. CCV ന്യൂസ്, തിരുവല്ലാമല. ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര.